തീർച്ചയായും അതുതന്നെയാണ് മിസ്റ്റർ നമ്പ്യാർ. അതിനകത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അടിയന്തരാവസ്ഥ അതിൻ്റെ എല്ലാവിധ അർത്ഥങ്ങളിലുമുള്ള രൗദ്രതാളത്തിൽ അല്ലെങ്കിൽ രുദ്രതാണ്ഡവമാടിയ കാലയളവിൽ പോലും MT എന്ന് പറയുന്ന കേരളത്തിൻ്റെ കഥാകാരൻ, നോവലിസ്റ്റ് ഒരു ഘട്ടത്തിൽ പോലും പരസ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. പാർട്ടി രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം എന്നത് തൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ ഒരു ഘട്ടത്തിൽ പോലും സ്പർശിക്കാതെ കടന്നു പോകണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് കൃത്യമായ അകലം പാലിക്കുകയും എന്നാൽ സമൂഹത്തിൻ്റെ വളരെ സൂക്ഷ്മതലങ്ങളായ സകല പ്രശ്നങ്ങളിലും വളരെ ഭംഗിയായി ഇടപെടാൻ മറ്റു രീതിയിൽ ശ്രമിക്കുകയും ചെയ്ത ഏറെ ബഹുമാന്യനായ വ്യക്തിത്വമാണ് വാസ്തവത്തിൽ ഈ MT-യുടെ. പക്ഷേ ആ MT-ക്ക് പോലും ഇത്തരമൊരു അഭിപ്രായം തുറന്നു പറയണം, അതും കേരളത്തിലെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എഴുതി തയ്യാറാക്കി വന്നിരിക്കുന്ന ഒരു പേപ്പർ പ്രബന്ധം വെച്ച് അത് പറയേണ്ടി വന്നത് കേരളം എത്രമാത്രം മലീമസമാക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണത്. ഈ പരസ്യ പ്രഖ്യാപനത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നു വേണം സത്യത്തിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും നിഷ്ഠൂരനായ ഒരാളെ വേദിയിലിരുത്തി അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തി അദ്ദേഹം നന്നാവുമെന്ന് കരുതിയിട്ടോ പ്രതീക്ഷിച്ചിട്ടോ അല്ല, ഒരിക്കലുമല്ല നാം അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. കാരണം അത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വിദൂര സാധ്യതകൾ പോലുമില്ലാത്ത ഒന്നാണ് എന്ന് MT-ക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരാളുമാണ്. പക്ഷേ ഇദ്ദേഹം ഈ കാര്യം സംസാരിച്ചത് മുഴുവൻ തന്നെ ഈ ആധുനിക കേരളത്തിലെ ഏറ്റവും വലിയ തിരുവായ്ക്കുരപ്പന്മാരായി മാറിയിട്ടുള്ള CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സെൻട്രൽ കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ ചൂണ്ടിയാണ് വാസ്തവത്തിൽ അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു ഘടകം എന്താണ്? ഇനി നിങ്ങൾ പോലും സംസാരിക്കാതെ മൗനം പാലിച്ച് ഈ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും തുടരുകയാണ് എങ്കിൽ അതിന് വാസ്തവത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശ്മശാന ഭൂമി ഒരുക്കുന്നതിന് തുല്യമായിരിക്കുമെന്നുള്ള അതിരൂക്ഷവും അതിതീവ്രവും നിശിതവുമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ MT ഇതിലൂടെ നൽകിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ മിസ്റ്റർ വിജയൻ എന്ന് പറയുന്ന ഒരാളെ അങ്ങോട്ട് മാറ്റി നിർത്തുക, അദ്ദേഹം നന്നാവില്ലാതെ MT-ക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാളുമാണ്. ഇതിൻ്റെ അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതോ തിരിച്ചറിയാൻ നമുക്ക് താല്പര്യപ്പെടാത്തതുമായിട്ടുള്ള ഒരു കാര്യം, ഈ നീണ്ട 15 വർഷക്കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും അതിൽ പിന്നീട് വരുന്ന 7 വർഷക്കാലത്തെ ഭരണകാലയളവും, അപ്പോൾ 15, 7, 22 വർഷക്കാലം, അതായത് നമ്മൾ ഒരു കാൽ നൂറ്റാണ്ടെന്ന് വേണമെങ്കിൽ റൗണ്ട് അപ്പ് ചെയ്തിട്ട് അവിടെ വെക്കാം. ഈ റൗണ്ട് അപ്പ് ചെയ്ത് വെക്കുന്ന ഒരു കാലയളവിനകത്ത് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം എന്ന് പറയുന്നത് 2 സംഘടനകൾ കേരളത്തിൽ സമ്പൂർണ്ണമായി ഫാസിസവൽക്കരിക്കപ്പെട്ടു എന്നതാണ്. അതിലേതാണ് ഈ 2 സംഘടനകൾ? ആ 2 സംഘടനകൾ, ഒന്ന് പരമപ്രധാനമായത്, ഒന്ന് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഞാൻ വളരെ ഉത്തരവാദിത്വത്തിലാണ് ഈ പറയുന്ന ആരോപണം ഞാൻ ഉന്നയിക്കുന്നത്. അത് ഒന്ന് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രണ്ടാമത് ഏതാണെന്ന് പറഞ്ഞാൽ SFI എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഈ 2 സംഘടനകളാണ് കേരളത്തിനകത്ത് സമ്പൂർണമായ അർത്ഥത്തിൽ ഫാസിസവൽക്കരിക്കപ്പെട്ടത്. ഇത് ഫാസിസവൽക്കരിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന്റെ മേലെ, മനുഷ്യരുടെ സ്വച്ഛമായ ജീവിതത്തിന്റെ മേലെ, അവരുടെ ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ മേലെ മുഴുവൻ മേഖലയിലും കൈവച്ച് നടു റോട്ടിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളുകളെ തല്ലാനും കൊല്ലാനുമുള്ള പരസ്യ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പരസ്യമായ വെല്ലുവിളികൾ ഇത് നടത്തി പോകാൻ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരെ പുനഃസംഘാടനം ചെയ്ത് ആര് എന്നതാണ് ഇതിൽ പ്രാഥമികമായിരിക്കുന്ന ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഈ അഭിനവ തിരുവായ്ക്കുരപ്പന്മാരായിരിക്കുന്ന ആളുകൾ. അതിൽ ഏറ്റവും പ്രഥമഗണനീയൻ ആരാണെന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദനാണ്. ഈ MP ഗോവിന്ദനാണ് സത്യത്തിൽ എന്താ അറിയാം, ഇതിന് മുഴുവൻ തന്നെ മറുപടി പറയാൻ ബാധ്യതയുള്ളവരാണ്. കാരണം പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഗവൺമെന്റിനെ നയിക്കേണ്ടത്, പകരം മുഖ്യമന്ത്രിയല്ല പാർട്ടിയെയും ഈ ബഹുജന സംഘടനകളെയും നയിക്കേണ്ടത്. നേരെ തിരിഞ്ഞ ഒരവസ്ഥയിലേക്കുള്ള ഈ പ്രക്രിയ വളർത്തിക്കൊണ്ടുവന്നതോടെ സംഭവം എന്തായിട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് മനുഷ്യന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ പോലും ഇല്ലാതായിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ പിണറായിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഈ പിണറായി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിങ്ങൾക്ക് ആ പാർട്ടിയോട് ശക്തമായോ അല്ലെങ്കിൽ നേരിയതോ ദുർബലമായതുമായ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ അധികാരമോ അവകാശമോ നിങ്ങൾക്കുണ്ടോ? ഇല്ല എന്നാണ് അതിന്റെ സമ്പൂർണ്ണമായിരിക്കുന്ന ഏക ഉത്തരം. അതാണ് ഇത് കേരളത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയാണ്.
ഈ മുഴുവൻ മേഖലകളിലേക്ക് ഇത് വ്യാപിപ്പിച്ചപ്പോൾ എന്തായി തീർന്നു? വിയോജിപ്പ് പറയുന്ന ആളുകളെ നടു റോട്ടിൽ വെച്ച് തല്ലുകയും അതോടൊപ്പം തന്നെ അവരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് അത് രക്ഷപ്പെടുത്തൽ മാത്രമാണ് എന്ന് പറയാവുന്ന ആധുനിക ഒരു വ്യാഖ്യാനം നൽകുന്ന ഒരു വളരെ അധമനായ മ്ലേച്ഛനുമായ ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ടു വന്നതാണ്. ഇതാണ് വാസ്തവത്തിൽ MT ചൂണ്ടിക്കാണിയിരിക്കുന്ന വിഷയം. ഇവിടെ വാസ്തവത്തിൽ നാം കാണേണ്ടിയിരിക്കുന്ന മറ്റൊരു വിഷയം എന്താണ്? അധികാരം എന്ത് എന്നാണ്. നാം സാധാരണ അത് വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത ആൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു അധികാരത്തിന്റെ ഭാഗമായി തീർന്നു കഴിഞ്ഞാൽ ഈ അധികാരം നിങ്ങളെ ഏത് വിധത്തിലാണ് സ്പർശിക്കുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങളെ സ്പർശിച്ചിരിക്കുന്ന അധികാരം നിങ്ങൾ തിരിച്ച് എങ്ങനെയാണ് മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ്. ഈ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഈ കേരളത്തിലെ 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറിയും അതിൽ പിന്നീട് വന്ന 7 വർഷക്കാലം മുഖ്യമന്ത്രിയുമായിരുന്ന കാലയളവിൽ അധികാരം എന്ന സംഭവത്തോട് അർമാദിപ്പ് കാണിക്കുകയും ഈ അർമാദിപ്പിന്റെ ഭാഗമായി പൊതുജനങ്ങളുടെ മുഴുവൻ അവകാശങ്ങളെയും നിർദ്ദയം ലംഘിക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം ക്രൂരമായ ഒരു രാഷ്ട്രീയ ചുറ്റുപാടിനെ ക്രമീകരിച്ചെടുക്കുന്നതിൽ വളരെ സമ്പൂർണ്ണമായി വിജയിച്ചിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി. ഇതിന്റെ ഒരു ദുരന്തം എവിടെയാണെന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിനകത്തെ ഏറ്റവും വലിയ വിപ്ലവകാരികൾ എന്ന് പറയാവുന്ന കവികളുണ്ട്. ഈ കവികളെല്ലാം തന്നെ ആസ്ഥാന നിലയവിദ്വാൻമാരായി മാറി സാംസ്കാരിക കേരളത്തിന് അപമാനമായി മാറിയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുകയാണ് ഇത്. അതിൽ ഏറ്റവും പ്രഥമഗണനീയമായിട്ട് വരുന്ന ഒരാളാരാണെന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ ഇങ്ങനെ പറയേണ്ടി വരുന്നു, കവി സച്ചിദാനന്ദൻ, അതുപോലെ തന്നെ നോവലിസ്റ്റ് ആയിരിക്കുന്ന M. മുകുന്ദൻ. ഇതുപോലുള്ള ആളുകൾ പോലും ഒരക്ഷരം പോലും ഉരിയാടാതെ, ഒരക്ഷരം പോലും എതിർപ്പ് രേഖപ്പെടുത്താതെ ഇതിനെല്ലാം തന്നെ ഓശാന പാടിയപ്പോ ആ ഓശാന പാടിയ സംഭവത്തിനെതിരെ പറയാൻ ആര് വേണ്ടി വന്നു? ഈ വാർദ്ധക്യത്തിന്റെ അവസാന തലത്തിലേക്ക്, ജീവിതത്തിന്റെ സായം നിരത്തിലേക്ക് സമ്പൂർണ്ണമായി കടക്കുന്ന MTകൾ പറയേണ്ടി വന്നു എന്നതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും സാംസ്കാരികവുമായിരിക്കുന്ന നിസ്സഹായ അവസ്ഥ. ഈ നിസ്സഹായ അവസ്ഥയാണ് വാസ്തവത്തിൽ നമ്മൾ എന്താക്കി തീർക്കുന്നത്. നാം എന്തു ചെയ്യണമെന്ന് പറയുന്ന ഒരു ആലോചനയിലേക്ക് കടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഈ പറഞ്ഞിരിക്കുന്ന കവികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊന്നും അവർക്കൊന്നും ആർക്കും ഇപ്പോൾ വിപ്ലവങ്ങളില്ല, ഒരാൾക്കും വിപ്ലവങ്ങളില്ല, ഒരാൾക്കും പ്രതിഷേധങ്ങളില്ല, ഒരാൾക്കും സങ്കടങ്ങളില്ല, ഒന്നുമില്ല. കേരളം സമ്പൂർണ്ണമായി എന്താക്കപ്പെടുകയാണ്? പൂർണ്ണമായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംസ്ഥാനമായി തീർന്നിരിക്കുന്നു എന്ന വ്യാജ നിർമ്മിതികൾ നടത്തിയിട്ടാണ് ഈ പ്രക്രിയകളെല്ലാം നടത്തുമ്പോൾ സത്യത്തിൽ ഈ വിപ്ലവകാരികളായ കവികൾ എന്തായി തീരുകയാണെന്നറിയോ? വാസ്തവത്തിൽ കേവലം പ്ലവങ്ങൾ മാത്രമായി, മാലിന്യത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്ലവങ്ങൾ മാത്രമായിട്ടാണ് ഈ കേരളത്തെ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി മാറ്റി നിർത്തത്. ഇതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരെന്നോ അതിന്റെ മുന്നണി പോരാളികളായി പണിയെടുത്തവരെന്നോ ഇരുത്തിയിരിക്കുന്ന ഓരോ വൈസ് ചാൻസലർമാരെയും നിങ്ങൾ എടുത്തു നോക്കുക. ഏതെങ്കിലും ഒരാൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഔന്നത്യത്തിലേക്ക് ഉയർന്നു വരാൻ മാത്രം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായിരിക്കുന്ന ബോധത്തിലേക്ക് ഉയരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും ക്ലാസിക്കലായിരിക്കുന്ന ഒരു ഉത്തരമായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി വന്നിട്ടുള്ള ഈ ഗോപിനാഥ് രവീന്ദ്രൻ. ഗോപിനാഥ് രവീന്ദ്രൻ ഇവിടെ നിശ്ചയിക്കുമ്പോൾ ഗവർണറോട് ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കുടിയിരുത്താനുള്ള സംഭവമല്ല യൂണിവേഴ്സിറ്റികൾ എന്ന മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ആ മുന്നറിയിപ്പ് നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചിരിക്കുന്ന ജനാധിപത്യത്തെ മറുപക്ഷത്ത് ഉന്നയിക്കുകയും ആ മറുപക്ഷത്ത് ഉന്നയിക്കുന്നതിന്റെ ഭാഗമായി മാന്യമായ പരീക്ഷ പോലും പാസ്സാവാതെ വ്യാജ ബിരുദങ്ങൾ നേടിയിരിക്കുന്ന ആളുകൾ, ഡിഗ്രികൾ മുഴുവൻ കോപ്പി അടിച്ചിട്ട് വഴങ്ങിയിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവുമായിരിക്കുന്ന എല്ലാ മേഖലകളും സമ്പൂർണ്ണമായി കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വാസ്തവത്തിൽ എത്തിയത്. ഇങ്ങനെ എത്തപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോൾ സത്യത്തിൽ എന്താണ് മാറിത്തീർന്നത്? ഈ വിപ്ലവകാരികൾ എന്ന് പറയുന്ന കവികൾ, ഈ വിപ്ലവകാരികളായിട്ട് കവികൾ വാസ്തവം എന്തായി തീർന്നു? അവർ ഒന്നാന്തരം സ്വയം മാലിന്യങ്ങളായിട്ട് ഇവർ രൂപാന്തരപ്പെടുകയാണ് ചെയ്ത്. സ്വയം മാലിന്യങ്ങളായി രൂപാന്തരപ്പെട്ട കേരളത്തിലെ എന്താ പറയാ ഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുന്നത് നാം ഇവിടുന്ന് ഈ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എവിടെയാണ്? പഞ്ചായത്തുകൾ തൊട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊട്ട് നമ്മൾ ഇത് ആരംഭിക്കണമെന്നാണ്. ആരംഭിക്കേണ്ടത് പഞ്ചായത്തുകളിൽ നിന്നല്ല, മറിച്ച് ഈ സംഭവം ആരംഭിക്കേണ്ടത് പൂർണ്ണമായും ഈ പറയുന്ന മാലിന്യങ്ങൾക്ക് സ്വയം മാലിന്യമായി മാറിയിരിക്കുന്ന ആളുകളെ എടുത്തു കളയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനിൽ ചിന്തയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാനുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിരിക്കുന്ന അന്തരീക്ഷം ആർക്ക് നിർമ്മിക്കാൻ കഴിയുമോ ആ നിർമ്മിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഉണ്ടായിത്തീരുന്നത് കേരളത്തിൽ വാസ്തവത്തില് ഒരു സ്വാതന്ത്ര്യത്തിന്റെ തലത്തിലേക്ക് കടക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ അവബോധം ഉണ്ടാവുന്നത്. ഒറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രാഥമികമായ വാദം ഞാൻ അവസാനിപ്പിക്കും.
ഇതിലെ ഇത്തരമൊരവസ്ഥ ഉണ്ടാവണമെന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് ആദ്യമായി നൽകിയിട്ടുണ്ടായിരുന്നത് 1958 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമൃത്സർ പാർട്ടി കോൺഗ്രസ് ആണ്. ആ അമൃത്സർ പാർട്ടി കോൺഗ്രസ് ആണ് ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഹിസ്റ്ററിയിൽ ആദ്യമായി ബഹുകക്ഷി ജനാധിപത്യം വേണമെന്നുള്ള രാഷ്ട്രീയ പ്രമേയവും പരിപാടിയും അംഗീകരിച്ചിരിക്കുന്ന പാർട്ടി കോൺഗ്രസ്. 1958 അമൃത്സർ പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസിലാണ് ബഹുകക്ഷി ജനാധിപത്യം അനുവദിക്കുക. വിവിധങ്ങളായ പാർട്ടികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, എല്ലാ സംവിധാനങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയം പറയാനും പ്രസംഗിക്കാനും ഉണ്ടായിരിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന് ഈ ബഹുകക്ഷി ജനാധിപത്യം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന സംഭവത്തെ അട്ടിമറിച്ചത് അതാണ് 1964 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന പിളർപ്പ്. ആ പിളർപ്പിൽ മാവോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരിക്കുന്ന മാവോവിന്റെ വാക്യമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഈ 58 അമൃത്സർ പാർട്ടി കോൺഗ്രസിന്റെ പരിപാടിയെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചത്. ഈ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചതോടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതോടൊപ്പം അതിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായി തീർന്നു. സമ്പൂർണ്ണമായി ജനാധിപത്യ വിരുദ്ധതയുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധതയുടെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി സംഘടനത്തിന്റെ അകത്താണ് ഈ കേരളത്തിലെ സ്റ്റാലിനിസ്റ്റ് സ്വഭാവമുള്ള ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ അധികാരത്തിൽ വരികയും അതോടൊപ്പം തന്നെ പാർട്ടി സമ്പൂർണ്ണമായി പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ പിടിച്ചെടുക്കപ്പെട്ടതിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിരിക്കുന്ന ദുരന്തമാണ് കേരളം ഇത്രമാത്രം അനാഥവും ഇത്രമാത്രം ശൂന്യവുമായത് എന്ന് മാത്രമല്ല, നാളെ പിറക്കാനിരിക്കുന്നവരെ പോലും ഷണ്ഡീകരിച്ച് അല്ലെങ്കിൽ വന്ധീകരിച്ച് അവർ എന്താക്കി തന്നു, ചിന്തിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെടുത്തി. ഈ നഷ്ടപ്പെട്ടിരിക്കുന്ന കേരളത്തിന്റെ ശൂന്യതയിലുണ്ടായ നിസ്സഹായത കണ്ടുകൊണ്ടാണ് MT പറഞ്ഞത്, അധികാരം എന്തല്ല, അധികാരം ആധിപത്യത്തിനുള്ള ഒരു ഉപാധിയായി മാറ്റരുത്, മാറിക്കൂടാ എന്ന് ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടുണ്ടായിരിക്കുന്ന വേദിയിൽ വെച്ച് പറയേണ്ടി വന്നത്. അതിനർത്ഥം മാറേണ്ടത് എവിടെ നിന്നാണ്? CPM-ന്റെ സെക്രട്ടേറിയറ്റുകൾ മെമ്പർമാർ, CPIM-ന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ, CPIM-ന്റെ അകത്തെ പാർട്ടി മെമ്പർമാർ, അതിനകത്ത് ഉണ്ടെന്ന് പറയാവുന്ന കവികൾ, മരിക്കാതെ ആരെങ്കിലും ജീവിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് പുറത്തു വന്ന് കലാപം ചെയ്യാനുള്ള സാമാന്യ ബുദ്ധിയുടെ ആഹ്വാനമാണ് സത്യത്തിൽ MT വാസുദേവൻ നായർ ഈ കോഴിക്കോട് നടത്തിയിരിക്കുന്ന പരിപാടിയിലൂടെ നടത്തിയതെന്നാണ് എന്റെ പ്രാഥമികമായിരിക്കുന്ന അഭിപ്രായം.